പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂൺ 12 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ് ഒളിമ്പിക്സ്, അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, വേൾഡ് അത്ലറ്റിക് ഫെഡറേഷന്റെ കോമ്പറ്റീഷൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന T20 വേൾഡ് കപ്പ് എന്നിവയെല്ലാം. ഇതിലെല്ലാം കാണുന്ന ഒന്നാണ് കോമ്പറ്റീഷൻസ്. എവിടെ ഒരു ഈവന്റ് ഉണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻസ് ഉണ്ട്. ആ ഒരു കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കുന്നവർ എത്രയോ പേരാണ്. ആ ഒരു കോമ്പറ്റീഷനിലേക്ക് വിജയിക്കുന്നവർ വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസും ഡെഡിക്കേഷനും അതുപോലെ തന്നെ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന എക്സാംസും അതിലും നിരവധി പേർ എഴുതുന്നുണ്ട്, എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. കാരണം സിസ്റ്റമാറ്റിക്കുള്ള പ്ലാനിങ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ്, ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സോ പ്രാക്ടീസ് റെഗുലർലി വിജയിക്കുന്നതിന് വേണ്ടി. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ആർമി സ്റ്റാഫിന്റെ പുതിയ മേധാവിയായി ആരാണ് നിയമിതനായത്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2024 ജൂൺ 11 യൂണിയൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു, അതായത് പുതിയ ആർമിയുടെ ചീഫിനെ. പുതിയ ആർമി ചീഫ് ആയിരിക്കുള്ളൂ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇപ്പോൾ വൈസ് ചീഫ് ആണ്. അദ്ദേഹം ജനറൽ മനോജ് പാണ്ഡ്യയിൽ നിന്നാണ് ജൂൺ 30 ആർമി ചീഫ് ആയിട്ട് ചുമതല ഏറ്റെടുക്കുക. ഇപ്പോഴത്തെ ആർമി ചീഫ് ആയിട്ടുള്ള ജനറൽ മനോജ് പാണ്ഡെ അദ്ദേഹം ഈ വരുന്ന ജൂൺ 30 വിരമിക്കുകയാണ്. കഴിഞ്ഞ മാസം മെയ് 31 ആയിരുന്നു അദ്ദേഹം വിരമിക്കേണ്ടത്. എന്നാൽ ഒരു മാസം എക്സ്റ്റൻഷൻ അദ്ദേഹത്തിന് ലഭിച്ചു. അതനുസരിച്ച് ഈ ജൂൺ 30 ആയിരിക്കുള്ളൂ ഇപ്പോഴത്തെ ആർമി ചീഫ് ആയിട്ടുള്ള ജനറൽ മനോജ് പാണ്ഡെ വിരമിക്കുന്നത്. പുതിയ ആർമി ചീഫ് ആണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 2024 ജിംമെക്സ് അഭ്യാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ് പങ്കെടുക്കുന്നത്? സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് INS ശിവാലിക്. 2024 ജിംമെക്സ് എക്സസൈസ് ഇന്ത്യയും ജപ്പാൻ തമ്മിലുള്ള ഒരു എക്സസൈസ് ആണത്, ഒരു മാരിടൈം എക്സസൈസ് ആണത്. ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കാൻ പോകുന്ന ഇന്ത്യയിലെ കപ്പലാണ് INS ശിവാലിക്. 8ാമത്തെ എഡിഷൻ ആണ് ജിംമെക്സ്. അതായത് 2012 ജിംമെക്സ് എന്ന, അതായത് ഇന്ത്യൻ ജപ്പാൻ തമ്മിലുള്ള ഈ ഒരു മാരിടൈം എക്സസൈസ് ആരംഭിച്ചിട്ടുള്ളത്. INS ശിവാലിക് ഇതൊരു സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് കപ്പലാണ്. അപ്പൊ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് എന്നാൽ എന്താണ്? അതൊരു നേവൽ വാർഷിപ്പാണ്. ഇതിൽ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കഴിയുമ്പോൾ, സാധാരണയായിട്ട് പറയുമ്പോൾ ലേസർ അല്ലെങ്കിൽ വിഷ്വൽ വഴിയോ സോണാർ, ഇൻഫ്രാറെഡ് മെത്തേഡ്സ് വഴി എതിരെ വരുന്ന കപ്പലുകളെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് സ്റ്റെൽത്ത് ടെക്നോളജി. INS ശിവാലിക് എന്ന് പറയുന്ന കപ്പൽ ഇത് ഫ്രിഗേറ്റ് INS ശിവാലിക് എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത്. ഈ ഒരു കപ്പലാണ് ഇപ്പോഴത്തെ 2024 ജിംമെക്സ് എക്സസൈസിന് വേണ്ടി പങ്കെടുക്കുന്നത്. ഈ പ്രാവശ്യം ജപ്പാനിലെ യോക്കോസുക്ക എന്ന സ്ഥലത്താണ് ജിംമെക്സ് എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി ആരാണ് ചുമതലയേൽക്കുന്നത്? മോഹൻ ചരൺ മാജി. BJPയുടെ 4 പ്രാവശ്യം MLA ആയ മോഹൻ ചരൺ മാജിയാണ് അദ്ദേഹത്തെ ഒഡീഷയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. കൂടാതെ ഒഡീഷയുടെ ഇപ്പോഴത്തെ പുതിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട് KV സിംഗ് ഡിയോനെയും പ്രവാദി പരിദേയും അപ്പോയിന്റ് ചെയ്തു. ഈ ഒരു അപ്പോയിന്റ്മെന്റ്സ് എല്ലാം നടത്തുന്നത് NDA ആണ്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. 52 വയസ്സുള്ള മോഹൻ ചരൺ മാജി കിയോഞ്ചാർ അസംബ്ലിയിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്. 2ാമത്തെ പ്രാവശ്യമാണ് മോഹൻ ചരൺ മാജിയുടെ കിയോഞ്ചർ എന്ന നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള വിജയം. 2014 അസംബ്ലി പോളിൽ മാജി അവിടെ പരാജയപ്പെട്ടു. 2ാം സ്ഥാനത്താണ് അദ്ദേഹം ഇലക്ഷനിൽ വന്നിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏതാണ്? അമരാവതി. 2024 ജൂൺ 11 തെലുഗുദേശം പാർട്ടിയുടെ തലവനായിട്ടുള്ള N ചന്ദ്രബാബു നായിഡു അനൗൺസ് ചെയ്തു, അതായത് അമരാവതി ആയിരിക്കുള്ളൂ ആന്ധ്രാപ്രദേശിന്റെ ഇനി പുതിയ തലസ്ഥാനം. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് തെലുഗുദേശം പാർട്ടിയുടെ ഹെഡ് ആയിട്ടുള്ള N ചന്ദ്രബാബു നായിഡു ആണ്. BJP, ജനസേന, ഒപ്പം TDP എന്നിവരുടെ ഒരു സഖ്യകക്ഷിയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ പുതിയ ഗവൺമെന്റ്. 2024 ജൂൺ 11 വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലാവി വൈസ് പ്രസിഡന്റിന്റെ പേര് ഡോക്ടർ സൗലോസ് ചിലീമ. 2024 ജൂൺ 11 മലാവി എന്ന രാജ്യത്തെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ടു. മലാവിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സലോസ് ചിലീമ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ 9 പേരാണ് ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ചിക്കൻഗവ മൗണ്ടൻ റേഞ്ചിലാണ് ഈ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നിട്ടുള്ളത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് മലാവിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ലസാറസ്
ചാക്വേരയാണ്. മലാവിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ലസാറസ് ചക്വേര. ഈ വരാൻ പോകുന്ന അടുത്ത ഇലക്ഷനിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സൗലോസ് ചിലിമ അദ്ദേഹം പ്രസിഡന്റ് ആകേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ കഴിഞ്ഞ ജൂൺ 11, അതായത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്രാഷിൽ കൊല്ലപ്പെട്ടു. മലാവി എന്ന രാജ്യം ഇത് തെക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ലിലോങ്വേ. പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് 2025 ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഇന്ത്യ. മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് 2025 നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. ഏതാണ്ട് 9 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇന്ത്യയിൽ മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് ആണ്. ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിലെ ഈ വരാൻ പോകുന്ന മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ 24 ടീം പങ്കെടുക്കുന്ന ഒരു ഹോക്കി ടൂർണമെന്റ് ആയിരിക്കുകയുള്ളൂ. 2025 മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. ഇന്നലെ ജൂൺ 11 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ബ്രിക്സ് ബാങ്കിന്റെ ആസ്ഥാനം ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം ഷാങ്ഹായ്, ചൈന. ഷാങ്ഹായ് ചൈനയിലാണ് ബ്രിക്സ് എന്ന ഈ ഓർഗനൈസേഷന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. 2009 ജൂൺ 16 ബ്രിക്സ് എന്ന ഈ ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. 5 രാജ്യങ്ങൾ ആയിരുന്നു തുടക്കത്തിൽ: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ബ്രിക്സിൽ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE ബ്രിക്സിന്റെ ഭാഗമായിരിക്കുകയാണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ആർമി സ്റ്റാഫിന്റെ പുതിയ മേധാവിയായി ആരാണ് നിയമിതനായത്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 2024 ജിംമെക്സ് അഭ്യാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ് പങ്കെടുക്കുന്നത്? സ്റ്റെൽത്ത് ഹെൽത്ത് ഫ്രിഗേറ്റ് INS ശിവാലിക്. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി ആരാണ് ചുമതലയേൽക്കുന്നത്? മോഹൻ ചരൺ മാജി. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏതാണ്? അമരാവതി. 2024 ജൂൺ 11 വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലാവി വൈസ് പ്രസിഡന്റ് പേര്? ഡോക്ടർ സൗലോസ് ചിലിമ. പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് 2025 ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഇന്ത്യ. ഇന്ന് ജൂൺ 12 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൂ ഹാസ് ബിൻ അലോട്ടഡ് ദി റെയിൽവേ മിനിസ്ട്രി ഫോർ എ സെക്കൻഡ് ടേം? ആർക്കാണ് 2ാം തവണ റെയിൽവേ മന്ത്രാലയം അനുവദിച്ചത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.